നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീടിൻ്റെ വാതിക്കലുള്ള പുതിനയെല്ലാം നമ്മുടെ ഇമ്മിച്ചി മുറിച്ചെടുക്കാൻ പോവാണ്. ഞാൻ നോക്കിക്ക് എടുക്ക്. ഇത് വെള്ളം തിളപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളിട്ട് വെള്ളം തിളപ്പിച്ചാൽ അതിൻ്റെ ഇത് പോകും. ഇങ്ങനെ എടുത്ത് ഒരു അടച്ചു വെക്കുക. കണ്ടിച്ചാൽ അത് പിന്നെ ഉണ്ടാവുള്ളൂ നല്ലപോലെ. ഇത് ഉപയോഗിച്ചാണ് വിക്സ് ഉണ്ടാക്കുന്നത്. അതെ, വിക്സ് ഉണ്ടാക്കാം അല്ലേ? വിക്സ് ഉണ്ടാക്കാം. നമ്മൾ കണ്ടിക്കുന്നതനുസരിച്ച് അത് നല്ല വൃത്തിക്ക് കിളുത്ത് വരും. കണ്ടിച്ചില്ലേ അത് മുരടി ചൂടുണ്ട്. ഇതിങ്ങനെ മുറിച്ച് മാറ്റി വെച്ചാൽ വേറെ ഉണ്ടാവുമോ? തണ്ടായിട്ട് ശകലം വെള്ളത്തിലിട്ട് വെച്ചാൽ വേര് പിടിക്കും. ഇത് അമ്മയുടെ വേറെ കൃഷിയാണ്. ഒരെണ്ണം പോകുന്നുണ്ടോ? ഇതിൻ്റെ അടി വേര് കാണും. ഉണ്ടോ? ഇതെവിടെ മണ്ണുള്ളത് ഇട്ടോ? ഇതുണ്ടോ? ഇതുണ്ടോ? വേര് ഉണ്ടോ ഇതിൻ്റെ? ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ, ചകിരിച്ചോറ് ഇട്ട് കൊടുത്താൽ ഇതൊക്കെ ഇത് അത് അനുസരിച്ച്. പിന്നെ കൊഴുപ്പഞ്ചീര എന്ന് പറഞ്ഞ ചീര. കുഴപ്പഞ്ചീരയോ? കൊഴുപ്പൻ. മറ്റേതോ? മുളക്. അതോ? അത് ചെടിയാ. ഇതോ? അതും ചെടിയാണ്. പേരറിയത്തില്ല. അത് പറഞ്ഞ പോര്. ഏപ്രിൽ ചെടി. അത് കിടക്കട്ടെ, അമ്മ പറിക്കേണ്ടത്. അപ്പം ഇത് വെള്ളം തിളപ്പിക്കും. ഈ വെള്ളം നമ്മൾ കുടിക്കാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവേ. വെള്ളം ഇങ്ങനെ വെട്ടിത്തിളയ്ക്കണം. ഇങ്ങനെ വെട്ടിത്തിളച്ച വെള്ളം എടുത്ത് നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിലോട്ട് പുതിനയില ഇട്ടിട്ട് അടച്ചു വെക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ ആ വെള്ളം കുടിക്കണം. അല്ല, നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അടച്ചു വെക്കുന്ന പാത്രത്തിൽ, ഒരു സ്റ്റീൽ പാത്രത്തിലാണെങ്കിലും മതിയേ. സ്റ്റീൽ പാത്രത്തിലാണെങ്കിലും മതി. ഞാൻ ഒന്ന് 3-4 തണ്ട്. നമുക്ക് ഏറെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടെങ്കിലും അങ്ങനെ എടുക്കാവേ. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു തണ്ട് ഞാൻ കഴുകി വെച്ചേക്കുന്നതാണ്. അതിങ്ങനെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ അടച്ചു വെക്കണം. അടച്ചു വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെടുത്ത് കുടിക്കാം. അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ ഉണ്ടോ, ഇങ്ങനെ ഒരു കളറ് കിട്ടും. ഇങ്ങനെ കുടിച്ചാൽ മതി. ഗ്യാസും വയറിനകത്ത് എല്ലാ പ്രശ്നവും മാറും.